ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മമ്മി ആൻഡ് മീഡിയ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പം നമ്മൾ ഫ്ലവർ വൈസ് ആയിട്ട് ഉണ്ടാക്കുന്നത്, അതായത് നമ്മൾ എപ്പോഴും പൂക്കളാണ് തയ്യാറാക്കി എടുക്കാറില്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഫ്ലവർ വൈസ് ആവാം. അപ്പോൾ അതൊക്കെ വെക്കണമെങ്കിൽ നമുക്ക് എന്തായാലും അത്യാവശ്യമാണ്. അപ്പോൾ ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്, സാധാരണ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ആ ഒരു ബോട്ടിൽ നമുക്ക് എങ്ങനെ ഫ്ലവർ വൈസ് ആക്കി മാറ്റാം എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ട്, വീഡിയോ ഇനിയും കാണാൻ ഇഷ്ടമൊക്കെ തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ആദ്യമായിട്ട് കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും കിട്ടും. പിന്നെ ഇത് കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് കൂടെ ചെയ്യാം കേട്ടോ. അതിനായിട്ട് നമ്മൾ ബോട്ടിൽ നന്നായിട്ട് ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഈ ബോട്ടിലിൻ്റെ മുകൾ ഭാഗം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി കട്ട് ചെയ്ത ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് എയർ ഡ്രൈ ക്ലേ ആണ് ഇടുന്നത്, അതായത് കുറച്ച് ഗമ്മും കൂടെ ചേർത്തിട്ട് നമ്മൾ അതിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ അതിന് എന്തിനാന്ന് വെച്ചാൽ ഈ ഫ്ലവർ വേസിൻ്റെ ആ ഒരു ഭാഗത്ത് നമ്മൾ ഒരു എന്താ പറയുക, അതിൻ്റെ ഫ്ലവർ വേസ് വരുന്ന രീതിയിലാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആ വക്ക് ഭാഗമൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മളത് നന്നായിട്ട് വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കൈ കൊണ്ട് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് റെഡിയാക്കി എടുക്കുക ആ ഒരു ഷേപ്പ്. അങ്ങനെ നമ്മൾ അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതിൽ എയർ ഡ്രൈ ക്ലേ വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വീഡിയോയിലൂടെ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് പൊട്ടിച്ച് ഒന്ന് ഉണങ്ങിയ ശേഷം നമ്മളിതിലേക്ക് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനൊരു വുഡിൻ്റെ ഒരു കളർ വരുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ പെയിൻറ്റും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു ഫ്ലവർ വൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും എന്തായാലും അഭിപ്രായങ്ങളൊക്കെ പറയാം. അപ്പോൾ നല്ല ഓരോ വിശേഷങ്ങളും വിഭവങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.